ഇല്ലില്ല, അതെ ജസ്റ്റ് ലാൻഡഡ്. ഇല്ല, എഫ് നോക്കിയില്ല. എന്താ സംഭവം? ആ, നോക്കട്ടെ. ശരി. ഇവള് ഫിലിം ആക്ട്രസ് ആയിരുന്നോ ഈ കുട്ടി? നിഖില്, അല്ല എന്താ ഇത്? ഇല്ലില്ല, ഞാൻ എന്താ ഇപ്പൊ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ശരി, നോക്കാം. ഈ കുട്ടി സിനിമ നടി എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പണ്ട് എപ്പോഴും ഏതൊരു സിനിമയിൽ ചെറിയ റോള് ചെയ്ത് വെച്ചിട്ട് സിനിമ നടിയാവോ? മതിയല്ലോ, അത്ര മതിയല്ലോ. ആഡിന് വേണ്ടി ആ കുട്ടിയുടെ ഫോട്ടോ വെച്ചപ്പോ നീ ഇത് തള്ളായിരുന്നു. അവള് വേറെ ലെവലാണ്, വേറെ എയിമായിരുന്നു. ഇതാണ് എയിം. ശ്രീ, ഭയങ്കര എയിം കേട്ടോ. മതിയാ, പ്ലീസ് സ്റ്റോപ്പ്. എവിടുന്ന് റൈറ്റ് എടുക്കണേ? ഓക്കെ, സ്റ്റോപ്പ്. ഓടിച്ചാടി അങ്ങോട്ടെങ്കിൽ രാവിലെ ഓഫീസിൽ പോകണല്ലോ. ഫ്ലാറ്റിന്റെ കീ കയ്യിലുണ്ടല്ലോ. ഫുഡ് ഓൺലൈൻ ഓർഡർ ചെയ്ത് എത്തിക്കോ. വേറെ ഒന്നുമില്ലല്ലോ. നോക്ക്. അന്യ ചെറിയത് പെൺവാണിപ്പ കേസ് പിടിയേ. അന്യ ഫോക്കസ് ചെയ്യുന്ന വാർത്ത ആദ്യം വന്ന് മന്ദാരം ചാനലിലാ, പിന്നെ അവരുടെ ഓൺലൈൻ പോർട്ടലില്. ലേറ്റ് നൈറ്റ് ആയപ്പോഴേക്കും എല്ലാ ഓൺലൈൻ ചാനലിലും അത് പാട്ടായി. ഞാൻ അപ്പൊ തൊട്ട് തന്നെ വിളിച്ചോണ്ടിരിക്കുക. ലഹരി പകരാൻ സിനിമ നടിയും എപ്പോ സംഭവിച്ചു നിക്കില്ല. അന്ന, നീ ആകെ കരഞ്ഞു ഒന്നും അല്ലാതായിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? ഈ നാട്ടില് നീതിയും നിയമം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും കുറച്ച് ബാക്കിയുണ്ട്. നീ നോയിക്കോ, മീഡിയ, പോലീസ്, പിന്നെ പ്രത്യേകിച്ച് ആ മന്ദാരം, അവർ ഉറപ്പായിട്ടും കോടതിയിൽ വന്ന് സമാധാനം പറയും. ഇതിന് ധൈര്യമായിട്ടിരിക്കും. കുറച്ച് വെള്ളം കുടിച്ചേ. കൃഷ്ണ പറ. നമ്മുടെ സമയുടെ ആന്റി ഇല്ലേ, ദേവിക ആന്റി, ഭാരതമാത കോളേജിലെ. ആ ദേവിക ടീച്ചർ. സമ ഇപ്പൊ അവിടെയാണല്ലോ താമസിക്കുന്നത്. ഒറ്റ മോളുള്ളത് ബാംഗ്ലൂരാ. അപ്പോ സമ അപ്സ്റ്റെയറിൽ നിന്ന് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നാ പറയുന്നത്. അപ്പൊ ഇവർക്ക് അവിടെ താമസിക്കാലോ. നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് തന്നെ അവരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള വഴി ആലോചിച്ചു. താങ്ക് യു കേട്ടോ. ശരി, പറയാം. ബൈ. വീട് ശരിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പുറത്തെ അവസ്ഥ എന്താ? പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നുകൂടി വിളിപ്പിക്കണോ? ഇന്നലെ നടന്ന സംഭവം സംഗതി ഇത് പോലീസിന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ബട്ട് യു നോ ദേ വോണ്ട് അഡ്മിറ്റ് ഇറ്റ്. എന്തായാലും CI എന്നില്ല, നമുക്ക് നാളെ ഒന്ന് പോയി പുള്ളിയൊന്ന് കാണാം. മന്ദാരത്തിന് ലാലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഫോളോ അപ്പ് സ്റ്റോറി അവൻ അറിഞ്ഞുകൊണ്ടല്ല. ദീസ് ആർ ഓൾ SGV's വർക്ക്. SGV? ഹാ,
ആ പൂരം ഇനി നിങ്ങൾ കാണാൻ പോണേ ഉള്ളൂ. ഓൺലൈനിലെ ഇപ്പൊ ഈ ന്യൂസ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാ ഇവന്മാർ എഴുതി വിടുന്നത്? ഛെ. ഇത് ബ്ലോക്ക് ചെയ്യാൻ എന്താ ഇപ്പൊ ഒരു വഴി? മന്ദാരമില്ല മലയാളത്തിന്റെ മുഖപത്രം, അവരാണല്ലോ ഇത് ഇവിടം വരെ എത്തിച്ചത്. അവര് സത്യം പറഞ്ഞെങ്കിലേ ഇത് അവസാനിക്കും. പക്ഷെ അതിനുള്ള സാധ്യത ഒക്കെ കുറവാണ്. എങ്കിലും നമുക്കൊന്ന് ശ്രമിക്കാം. ജെറിൻ, ശ്രമിക്കാന്നുള്ളത് മാത്രല്ല, നമ്മളിത് അവരെ കൊണ്ട് തിരുത്തണം. ഇല്ലെങ്കിൽ നാണക്കേട് നമ്മുടെതാണ്. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിന് എന്തർത്ഥം ഉള്ളത്? ട്രൂ. ജെറിൻ, ജെറിൻ, ഇവിടെ സുമിന്റെ കാര്യങ്ങളായിക്കോളും. എന്തായി കാര്യങ്ങള്? ചാനലുകാരെ ഏതായാലും നിർത്തിയിട്ടൊന്നുമില്ല. ഓരോരുത്തർ പുതിയ കഥകൾ മെനയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കോണ്ടാക്ട് ചെയ്തു. അവർക്ക് അബദ്ധം പറ്റിയതാണെന്ന് ഉറപ്പാണ്. പക്ഷെ അവരിതൊന്നും പെട്ടെന്നൊന്നും സമ്മതിക്കില്ലല്ലോ. നാളെ ഒന്നും കൂടെ ഞങ്ങൾ പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ഏതായാലും മൊബൈലൊന്നും തൽക്കാലം കൊടുക്കണ്ടെന്ന് ഞാൻ കുറുവാച്ചനടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങാനും തുറന്നു നോക്കിയാലേ അവിടെ വീഴും. വല്ലാത്ത കഷ്ടം തന്നെ. പെട്ടുവന്നര നിമിഷം മതി. ഞാൻ പ്ലേറ്റ് എടുത്ത് വയ്ക്കാം. ടീച്ചറെ ഞാൻ വരും. അതെ, നീ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് തലകാണിച്ചിട്ട് പോരും. അങ്കിൾ ഇവിടെ വന്ന് നിന്നെ വിളിച്ചല്ലേ? ഇന്നൊരു നിവൃത്തിയില്ല ശ്രീ. ഞാൻ അങ്കിളിനെ വിളിച്ച് പറഞ്ഞോളാം. എനിക്കിന്ന് രാവിലെ തന്നെ അർജന്റായി ജെറിനെയും കൂട്ടി സിഐയുടെ ഓഫീസിലേക്ക് ഒന്ന് പോകണം. ആ അന്നയുടെ ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് മീറ്റ് ചെയ്യാറുണ്ടെന്ന്. അന്യൊരു ഇഷ്യൂ? നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ ഈ കണ്ടം നാട്ടക്കേസ് എടുത്ത് തലവെച്ചെടുക്കാൻ? ശ്രീ, ഒരു സാധാരണ വീട്ടിലെ പാവ പെൺകുട്ടിയുടെ ലൈഫിന്റെ പ്രശ്നമായത്. അവൾ എത്ര വലിയ ട്രാപ്പിലാ പെട്ടിരിക്കുന്നെന്ന് അറിയാവോ? ആ അന്യം കുർവാച്ചിനെയൊക്കെ എനിക്ക് എത്രയോ നാളായിട്ട് അറിയാം. ആൻഡ് ദേ നീഡ് മൈ ഹെൽപ്പ് നൗ. മാറ്റ കേസ് പോലും. നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാ? നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് സത്യമാണ്. ആബ്സല്യൂട്ട്ലി റൈറ്റ്. പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളുടെ ഇന്റേണൽ ബോഡി അത് അന്വേഷിക്കുന്നുണ്ട്. കാരണക്കാരായവരുടെ പേരിൽ നടപടി ഉണ്ടാവും, അത് ഉറപ്പാ. പക്ഷേ ഇതൊന്നും എനിക്ക് മീഡിയയുടെ മുന്നിൽ പറയാൻ പറ്റില്ല. ഇത് തന്നെ ആ കുട്ടിയുടെ അവസ്ഥയിൽ എനിക്ക് അങ്ങേയറ്റം വിഷമമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും തുറന്ന് സംസാരിച്ചത്. ഇതിപ്പോ നമ്മൾ തമ്മിൽ മാത്രം സംസാരിച്ച ഒരു കാര്യമില്ലല്ലോ. ഒരു തെറ്റായ വാർത്തയുടെ പുറത്ത് ആ കുട്ടിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവണ്ടേ?